അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഓക്സിലറീസ് ആണ്. ഓക്സിലറീസ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ്സ് എന്ന് പറയും. അപ്പൊ ക്രിയയും ഹെൽപ്പിംഗ് വെർബ്സ്, വെർബ്സ് ഹെൽപ്പിംഗ് വെർബ്സ്, വെർബ് ഓക്സിലറി, ഇത് രണ്ടും ഒരുമിച്ച് തന്നെ പഠിക്കണം എന്തൊക്കെയാണെന്നുള്ള കാര്യം. അതുകൊണ്ട് നമുക്ക് ഹെൽപ്പിംഗ് വെർബ്സ് എന്താണെന്ന് നോക്കാം. അപ്പൊ ഹെൽപ്പിംഗ് വേർഡ്സ് എന്ന് പറയുമ്പോൾ പറയുന്നത് തന്നെ നമുക്ക് മനസ്സിലായി, ക്രിയയെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓക്സിലറീസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർഡ്സ് എന്ന് വിളിക്കുന്നത്. അതിന്റെ ജോലി എന്താ? വെർബ് ഉണ്ടെങ്കിൽ, ഒരു സെന്റൻസിനകത്ത് വെർബ് ഉണ്ടെങ്കിൽ അത് വെർബിനെ സഹായിക്കും. ഒരു സെന്റൻസിനകത്ത് വെർബ് ഉണ്ടെങ്കിൽ വെർബിനെ സഹായിക്കും. സെന്റൻസിൽ അപ്പൊ ഞാൻ പറഞ്ഞിട്ട് എന്താ പറയാ, ഓക്സിലറീസിന്റെ ജോലി എന്തൊക്കെയാന്ന് വെച്ചാല് അത് ഒരു വെർബ് ഉണ്ടെങ്കിൽ അതിനെ സഹായിക്കും, വെർബ് ഉണ്ടെങ്കിൽ അതിനെ സഹായിക്കും. വെർബില്ല എങ്കിൽ അത് വെർബായിട്ട് ആക്ട് ചെയ്യും. ഒരു സെന്റൻസിനകത്ത് ക്രിയ ഇല്ലാതെ വന്നാൽ അതിനകത്ത് ക്രിയയുടെ ജോലി ചെയ്യുന്നത് ഓക്സിലറീസ് ആയിരിക്കും. ഞാനിത് ഈ സെന്റൻസ് പഠിപ്പിക്കുന്ന സമയത്ത് ആദ്യമേ ഒരു സെന്റൻസ് പറഞ്ഞു, ഐ ആം എ ഡോക്ടർ അല്ലെങ്കിൽ ഐ ആം എ ടീച്ചർ. ഈ സെന്റൻസ് നോക്കാം, ഐ ആം എ ടീച്ചർ, ഐ ആം എ ടീച്ചർ, അതിനകത്ത് എവിടെ വെർബ്? അപ്പൊ അതിനകത്ത് വെർബില്ല, അപ്പൊ വെർബില്ലാത്ത സെന്റൻസ്. അപ്പൊ അവിടെ വെർബായിട്ട് ആരാണ് ആക്ട് ചെയ്തിരിക്കുന്നത്? വെർബ് ഉണ്ടായേ പറ്റൂ, സെന്റൻസ് ആണെങ്കിൽ വെർബ് ഉണ്ടായേ പറ്റത്തുള്ളൂ. അപ്പൊ അതിനകത്ത് ആക്ട് ചെയ്യുന്നത്, വെർബായിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? ആം. ആം എന്ന് പറയുന്നത് നോക്കിയേ, ഒരു ഓക്സിലറി. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്, ഒരു സെന്റൻസിനകത്ത് വെർബ് ഉണ്ടെങ്കിൽ അത് വെർബ്, ആ വെർബ് അതിന്റെ ജോലി ചെയ്യും. വെർബ് ഉണ്ടെങ്കിൽ നമ്മുടെ ഓക്സിലറി ചെയ്യുന്ന ജോലി എന്താന്ന് വെച്ചാൽ അതിനെ സഹായിക്കും. വെർബ് ഇല്ലെങ്കിൽ അത് വെർബിന്റെ ജോലി ചെയ്യും. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ഓക്സിലറീസ് എന്ന് പറയുന്നത് ഇതാണ്, ഹെൽപ്പിംഗ് വെർബ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഓക്സിലറീസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഒരു ക്രിയക്ക്, ഒരു സെന്റൻസിനകത്ത് ഒരു ക്രിയ ഉണ്ടെങ്കിൽ അതിനെ സഹായിക്കുക, ക്രിയ ഇല്ലെങ്കിൽ ക്രിയയുടെ ജോലി ചെയ്യുക. ഈ രണ്ട് ജോലികൾ മാത്രമാണ് ഓക്സിലറീസിനുള്ളത്. ഓക്സിലറിയെ നമുക്ക് 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. നമ്മൾ ഈ ഓക്സിലറീസിനെ അറിഞ്ഞിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. ഇനി അങ്ങോട്ട് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിനകത്തും ഓക്സിലറീസും വെർബും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഞാൻ പറഞ്ഞു, സാധാരണഗതിയിൽ നമ്മൾ പഠിക്കുന്ന പോലെ അല്ല നമ്മൾ ഈ ഗ്രാമർ പഠിക്കുന്നത്, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അതുകൊണ്ട് തന്നെ ചില പ്രത്യേക രീതിയിലൂടെയാണ് നമ്മളിത് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകാനൊക്കുള്ളൂ. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. ഒരു ദിവസം ഞാൻ 10-15 മിനിറ്റിന്റെ പ്രോഗ്രാമേ ഇടുന്നുള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് ഫോളോ ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഓക്സിലറീസ് ആകെ ഒരു 25 എണ്ണമാണുള്ളത്. ഈ 25 എണ്ണത്തിനെ നമുക്ക്, ഞാൻ എണ്ണം കൂടെ പറഞ്ഞു പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒന്ന് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 25 എണ്ണമാണ് ആകെ ഉള്ളത് ഓക്സിലറീസ്. ഇതിനെ നമുക്ക് 4 ആയിട്ട് തിരിക്കാം. ആദ്യത്തെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്നതാണ് ഫോംസ് ഓഫ് ബി എന്ന് പറയും. ഫോംസ് ഓഫ് ബിയിൽ നമ്മൾ 6 എണ്ണമാണ് ഓക്സിലറീസ് ഉള്ളത്. ഫോംസ് ഓഫ് ബി എന്ന് പറയുന്നത് ബിയുടെ ഫോംസ് എന്ന് പറയുന്നത് ഒറിജിനൽ ഫോമാറ്റ് എന്ന് പറയുന്നത് ബി ആണ്. ബി എന്ന് പറയുന്ന വാക്കിന്റെ രൂപങ്ങളാണ്, നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതല്ല. ബി എന്ന് പറയുന്ന വേർഡിന്റെ ഒറിജിനൽ വേർഡ് ബി ആണ്. ബിയുടെ ഫോംസ് ആണ്, രൂപങ്ങളാണ് നമ്മൾ താഴെ എഴുതിയിരിക്കുന്നത്. ഏതൊക്കെയാ? ഈസ്, ആം, ആറ്, വാസ്, വേർ, ബി. ഇതിനകത്ത് നമ്മൾ ബീന്റെ കാര്യം മനസ്സിലാക്കാം. ബീൻ എന്ന് പറയുന്നത് ഒരിക്കലും സെപ്പറേറ്റ് ആയിട്ട് ഒറ്റയ്ക്ക് വരത്തില്ല. മറ്റേതെങ്കിലും ഒരു സഹായക്രിയയുടെ കൂടെ മിക്സ് ചെയ്ത് ആയിരിക്കും അത് കാണുന്നത്, അതിന്റെ കൂടെ ആയിരിക്കും കാണുന്നത്. ബീൻ ഒറ്റയ്ക്ക് വരുന്നില്ല. അതുകൊണ്ട് ബീൻ ഒറ്റയ്ക്ക് ഒരു ഡിസൈഡിങ് ഫാക്ടർ ഒരിക്കലും ആവത്തില്ല. ഈ ഓക്സിലറീസ് നമ്മളെ എന്തിനു സഹായിക്കുന്നു എന്ന് ചോദിച്ചാല്, ഈ ഓക്സിലറീസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ടെൻസ് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ജോലി എന്താന്ന് ചോദിച്ചാൽ ടു ഐഡന്റിഫൈ ടെൻസസ്. ഓക്സിലറിയുടെ പ്രധാനപ്പെട്ട ജോലി എന്താന്ന് ചോദിച്ചാൽ ഇറ്റ് ഹെൽപ്സ് us ടു ഐഡന്റിഫൈ ദി ടെൻസസ്. അതുകൊണ്ട് ഒരു ടെൻസ്, ഒരു സെന്റൻസിന്റെ ടെൻസ് ഏതാണെന്ന് അറിയാൻ വയ്യാത്തതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇംഗ്ലീഷ് ഉപയോഗത്തിൽ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് ചോദിച്ചാൽ വി ഡോണ്ട് നോ വാട്ട് ഈസ് ദി ടെൻസ് ഇൻ ദി സെന്റൻസ് ഓർ ഹൗ ദി ടെൻസസ് ആർ ടു ബി യൂസ്ഡ്. അപ്പൊ ആ ടെൻസസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയണമെങ്കിൽ അതിനകത്ത് ഏത് ടെൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഏത് ടെൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നോ അറിയണം. അത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്തറിയണം? ഓക്സിലറീസിനെ അറിയണം. എന്താ വെച്ചാൽ ഈ ഓക്സിലറീസ് ആണ് ടെൻസുകൾ ഉണ്ടാകാൻ സഹായിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യമേ നമ്മൾ പറഞ്ഞു ഇറ്റ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു 4 എന്ന് പറഞ്ഞു. 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഏതൊക്കെയാ? ഫോംസ് ഓഫ് ബി, ബിയുടെ ഫോംസ്. ഫോംസ് ഓഫ് ഡു എന്ന് പറയുന്നതിന്റെ രൂപങ്ങൾ. ഫോംസ് ഓഫ് ഹാവ് എന്ന് പറയുന്നതിന്റെ രൂപങ്ങൾ.
പിന്നെ നമ്മൾ പറഞ്ഞ മോഡൽസ്. അപ്പോ 4 ഗ്രൂപ്പാണ് ഉള്ളത്. ഫോംസ് ഓഫ് ബി, ഫോംസ് ഓഫ് ഡു, ഫോംസ് ഓഫ് ഹാവ്, മോഡൽസ്. ഇനി ഫോംസ് ഓഫ് ബി എന്ന് പറയുന്ന 6 ഉണ്ട്. ഏതൊക്കെയാ? ഈസ്, ആം, ആർ, വാസ്, വേർ, ബി. ഫോംസ് ഓഫ് ഡു 3 ഉണ്ട്. ഡു, ഡസ്, ഡിഡ്. ഫോംസ് ഓഫ് ഹാവ് 3 ഉണ്ട്. ഹാസ്, ഹാവ്, ഹാഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ ശ്രദ്ധിക്കണം, നമ്മുടെ ഫോംസ് ഓഫ് ബി പറഞ്ഞാൽ ബിയെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ എടുത്തില്ല. പക്ഷെ ഡൂവിന്റെ ഫോംസ് പറഞ്ഞാൽ ഡൂവിനെ നമ്മൾ ഇതിന്റെ ഫോംസിന്റെ കൂട്ടത്തിൽ എടുത്തു. ഹാവിന്റെ കാര്യം പറഞ്ഞപ്പോ ഹാവ് എന്ന് പറയുന്നത് ഇതിന്റെ കൂട്ടത്തിൽ എടുത്തു. പക്ഷെ ബീനെ നമ്മൾ എടുത്തില്ല. ബീനെ നമുക്ക് പിന്നീട് അതിന്റെ കാര്യങ്ങൾ പിന്നെ പറയാം. മോഡൽസ് നമ്മൾ പറഞ്ഞ 13 ഉണ്ട്. അപ്പൊ ഇത്രയാണ് മോഡൽസ്. ഏതൊക്കെയാണെന്ന് നോക്കാം. വില്ല്, വുഡ്, ഷാല്, ഷുഡ്, ക്യാന്, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട്, നീഡ്, ഡെയർ, യൂസ്ഡ് ടു. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മോഡൽസിനകത്തുള്ളത്. അപ്പൊ ആകെയുള്ളത് മൊത്തം എത്ര എണ്ണമാണ്? 25 എണ്ണമാണ് നമുക്ക് മൊത്തം ഉള്ളത്. ടോട്ടൽ നമുക്കുള്ളത് 25 ആണ്. അതിനകത്ത് ഫോംസ് ഓഫ് ബിയിൽ 6 ഉണ്ട്. ഫോംസ് ഓഫ് ഡൂവില് 3 ഉണ്ട്. ഫോംസ് ഓഫ് ഹാവില് 3 ഉണ്ട്. മോഡൽസ് 13 ഉണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ എഴുതിയത്? നമ്മളത് ആലോചിച്ച് നോക്കി. ഇങ്ങനെ എന്തിനാണ്? ചുമ്മാ ഈസ്, ആം, ആർ, വാസ്, വെയർ, ബീൻ എന്ന് എഴുതിയാൽ പോലും. ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ് ഇങ്ങനെ എഴുതിയാൽ പോലും. എന്തിനാണ് ഇതിങ്ങനെ എഴുതിയത്? നമ്മളൊന്ന് നോക്കണം. മോഡൽസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചർ ടെൻസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? മോഡൽസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു സെന്റൻസിനകത്ത് നമ്മൾ മോഡൽസിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ നമുക്കറിയാം ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പൊ മോഡൽസിന്റെ പ്രസൻസ് എന്ത് തരും? ഫ്യൂച്ചർ ടെൻസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഇനി നമുക്ക് ആലോചിച്ച് നോക്കാം. ഇവിടെ ഒരു 7 എണ്ണമുണ്ട്. ഈസ്, ആം, ആർ, ഡസ്, ഡു, ഹാസ്, ഹാവ്. ഈ 7 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു സെന്റൻസിൽ വന്നാൽ അത് പ്രസന്റ് ടെൻസ് ആണ്. ഈ 7 എണ്ണത്തിൽ ഏതെങ്കിലും വന്നാല് ഒരു സെന്റൻസിനകത്ത് നിങ്ങൾ നോക്കിയപ്പോ ഇതിനകത്ത് ഏതെങ്കിലും 7 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴേ പറയാം പ്രസന്റ് ടെൻസ് ആണ്. ഇനി നമ്മൾ നോക്കാം. വാസ്, വേർ, ഡിഡ്, ഹാഡ്. ഈ 4 എണ്ണം. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും വരികയാണ് 4 എണ്ണം. ഇവിടെ 7 എണ്ണം പ്രസന്റ് ടെൻസിനകത്ത് നമ്മൾ ഉപയോഗിച്ച 7 എണ്ണം. പാസ്റ്റ് ടെൻസിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് 4 എണ്ണം. കണ്ടോ? അപ്പൊ ഈ ഓക്സിലറി ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് ടെൻസുകളെ കണ്ടുപിടിക്കാം. ശരി, ഞാൻ ഈ സെന്റൻസ് തുടങ്ങുന്ന നമ്മൾ പഠിപ്പിച്ചു തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞു. വെർബിനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ നിങ്ങളോടൊരു വേർഡ് പറഞ്ഞു. ഐ ആം എ ഡോക്ടർ അല്ലെങ്കിൽ ഐ ആം എ ടീച്ചർ. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്തോ? ഐ ആം എ ടീച്ചർ. നമ്മൾ ആദ്യമേ പറഞ്ഞതിനകത്ത് വെർബില്ല. വെർബിന് പകരം എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? ആം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആം ഉപയോഗിച്ചത്? വെർബ് ഇല്ലാത്ത സെന്റൻസിൽ വെർബ് ഉണ്ടായിരിക്കണം. അങ്ങനെ വെർബ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ഹെൽപ്പിംഗ് വെർബിനെ ഉപയോഗിക്കും. അതെന്തിനെ കാണിക്കും? ബീയിങ്ങിനെ കാണിക്കും. അങ്ങനെ ആകുന്നു എന്ന് കാണിക്കും. ശരിയല്ലേ? അപ്പൊ ബീയിങ്ങിനെ കാണിക്കാൻ വേണ്ടി വെർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആക്ഷൻ ആണ്, വർക്കാണ്, അല്ലെ ബീയിങ് ആണ്. ബീയിങ് ആണ്. അപ്പൊ ഈസ്, ആം, ആർ, വാസ്, വെയർ ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ബീയിങ്ങിനെയാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മള് ഐ ആം എ ഡോക്ടറിനോ ഐ ആം എ ടീച്ചറിനോ ഒക്കെ പറയുമ്പോ അവിടെ ശരിക്കും ക്രിയയില്ല. പക്ഷെ അവിടെ എന്തുകൊണ്ട് ഒരു ഹെൽപ്പിംഗ് വെർബ് വെർബിന്റെ കാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? ഐ ആം എ ടീച്ചർ. ഐ ആം എന്ന് പറയുന്നത് ഏത് ടെൻസിൽ ഉപയോഗിക്കുന്ന? പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന. അപ്പൊ ഐ ആം എ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഏത് ടെൻസ് ആണെന്ന് മനസ്സിലായി? പ്രസന്റ് ടെൻസ്. ഹി വാസ് ഗോയിങ് ടു സ്കൂൾ. ഹി വാസ് ഗോയിങ് ടു സ്കൂൾ. അപ്പൊ അവിടെ ഗോ എന്ന് പറയുന്ന ക്രിയയുണ്ട്. സോറി, അവിടെ ഗോ എന്ന് പറയുന്ന ക്രിയയുണ്ട്. അപ്പൊ ഹി വാസ് ഗോയിങ് ടു സ്കൂൾ എന്ന് പറയുന്നതിനകത്ത് എന്തുകൊണ്ട്? വാസ് ഉണ്ട്. വാസ് കണ്ടപ്പോ നമുക്ക് എന്താ മനസ്സിലായി? പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന വേർഡാണ്. അപ്പൊ അതുകൊണ്ട് അത് ഏത് ടെൻസ് ആണ്? പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി. ഈ പാസ്റ്റ് ടെൻസിനകത്ത് ഏത് ടെൻസ് ആണ് എന്നുള്ളത് നമുക്ക് പിന്നെ പഠിക്കാം. അതിന്റെ ബൈഫർക്കേഷൻ നമുക്ക് ടെൻസ് പഠിക്കുന്നതിനെ പഠിക്കും. ഇപ്പൊ നമ്മൾ ടെൻസ് അല്ല പഠിക്കുന്നത്, നമ്മൾ പാർട്ട് ഓഫ് ദി സെന്റൻസ് ആണ്. ഒരു സെന്റൻസിനകത്ത് ഉണ്ടാകാവുന്ന കാര്യങ്ങളാണ് നമ്മൾ. അപ്പൊ ഇന്ന് നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ് 2 കാര്യങ്ങൾ? വെർബ് പഠിച്ചു, ഓക്സിലറി പഠിച്ചു. വെർബിനകത്ത് നമ്മൾ പറഞ്ഞു 3 രൂപങ്ങളുണ്ട്: V1, V2, V3. ഓക്സിലറി നമ്മൾ പറഞ്ഞു 25 എണ്ണം ഉണ്ട്, 4 ഫോംസ് ഉണ്ട്. ഫോംസ് ഓഫ് ബി, ഫോംസ് ഓഫ് ഡു, ഫോംസ് ഓഫ് ഹാവ് ആൻഡ് മോഡൽസ്.
ഫോംസ് ഓഫ് ബിയിൽ 6 ഉണ്ട്, ഫോംസ് ഓഫ് ഡൂവില് 3 ഉണ്ട്, ഫോംസ് ഓഫ് ഹാവില് 3 ഉണ്ട്, മോഡൽസിനകത്ത് 13 ഉണ്ട്. ശരിയല്ലേ? അങ്ങനെ മൊത്തം 25 ഉണ്ട്. ഫോംസ് ഓഫ് ബി ഏതൊക്കെയായിരുന്നു? ഈസ്, ആം, ആർ, വാസ്, വെയർ, ബീൻ. ഫോംസ് ഓഫ് ഡു ഏതൊക്കെയായിരുന്നു? ഡു, ഡസ്, ഡിഡ്. ഫോംസ് ഓഫ് ഹാവ് ഏതൊക്കെയായിരുന്നു? ഹാസ്, ഹാവ്, ഹാഡ്. മോഡൽസ് ഏതൊക്കെയായിരുന്നു? വില്ല്, വുഡ്, ഷാല്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. ഞാനിങ്ങനെ എഴുതി തന്നെ ഉള്ളു. എല്ലായിടത്തും ഉപയോഗിക്കുമ്പോൾ വില്ലും വുഡും കൂടെ ഒരുമിച്ചിട്ട് ഉപയോഗിച്ചോളായിരുന്നു. ഒന്നേ വില്ല് ഉപയോഗിക്കണം, അല്ലെ വുഡ് ഉപയോഗിക്കണം. ഷാൽ ഉപയോഗിക്കണം, അല്ലെ ഷുഡ് ഉപയോഗിക്കണം. ക്യാൻ ഉപയോഗിക്കണം, അല്ലെ കുഡ് ഉപയോഗിക്കണം. മേ അല്ലെങ്കിൽ മൈറ്റ് ഉപയോഗിക്കണം. ഇതിന് 4 മാത്രമേ പാസ്റ്റ് ഫോമാറ്റ് ഉള്ളൂ. പാസ്റ്റ് ഫോമാറ്റ് എന്ന് ഞാൻ പറയാം, പാസ്റ്റ് ടെൻസ് എന്നല്ല പറഞ്ഞില്ലേ. പാസ്റ്റ് ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ എടുത്തോളരുത്. ഇതിന്റെ ഒരു പാസ്റ്റ് ഫോമാറ്റ് ഉണ്ട്, ഇതിനൊന്നും പാസ്റ്റ് ഫോമാറ്റ് ഇല്ല. പിന്നെ വേണമെങ്കിൽ നമ്മൾ സൃഷ്ടിച്ചെടുക്കാവുന്നതുണ്ട്. അത് നമുക്ക് ഇപ്പൊ പഠിക്കണ്ട, ബാക്കി വരുന്നുണ്ടെ പഠിക്കാം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ഇന്ന് പഠിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ പഠിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നല്ലപോലെ പഠിച്ചെങ്കിൽ മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് എനിക്ക് കയറാൻ ഒക്കത്തുള്ളൂ. അതായത് നൗണിനെ പറ്റി പറയുമ്പോൾ ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന നൗണാണ്. നൗണിനെ പറ്റി പറയുമ്പോൾ നമ്മൾ സബ്ജക്ട് എന്നും ഓബ്ജക്ട് എന്നൊക്കെ പറയണമെങ്കിൽ വെർബ് ഉണ്ടെങ്കിലേ നമുക്ക് സബ്ജക്ട് എന്തോ ഓബ്ജക്ട് എന്തോ എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളെ ആദ്യമേ വെർബും പിന്നെ ഹെൽപ്പിംഗ് വെർബും പഠിപ്പിച്ചത്. നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഇത്രയും നേരം കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.